നഗരസഭ ബൈപ്പാസിൻ്റെ കോൺട്രാക്റ്റുമായിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത്. ഇത് എത്ര ദിവസം കൊണ്ട് പണി തീർന്ന് തുറന്നു കൊടുക്കാൻ കഴിയും? ഇത് ഏകദേശം ഈ പണി PM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ അതിനൊന്നിച്ചെന്നെ കണ്ടിന്യൂ പ്രവർത്തി പൂർത്തീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് രണ്ടാമത് ഒരു പ്രശ്നം വരുന്നില്ല, ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അതിൻ്റെ അടുത്ത ഒരു നമ്മുടെ BKM ഹോസ്പിറ്റൽ വരെയുള്ള ഒരു MSS റോഡുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതിനെപ്പുറം തന്നെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് നാളെ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡും കൂടി ക്ലിയർ ആവും. അപ്പോൾ ത്രൂ ഔട്ട് വണ്ടി വിടാം. പിന്നെ ഇതിന് നമ്മൾ ഒരു ലെയറും കൂടി നമുക്ക് മെറ്റിങ് ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്ത് പിന്നെ കുറച്ച് ചില സ്ഥലങ്ങൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അതെല്ലാം നൈറ്റ് രാത്രിയോടെ എടുത്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സ് എല്ലാം നമുക്ക് സഹകരിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ വർക്കിനെല്ലാം നമുക്ക് ബാധിക്കും. ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി തിരിക്കലും പിടിക്കലും ആകുമ്പം ചെയ്തതിന് ഹീറ്റോടെ സെറ്റാവുന്നതിന് മുന്നേ വണ്ടി തിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് ഇതുവരെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് തുടർന്ന് പോകണമെങ്കിൽ നമ്മുടെ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 1.5 ആഴ്ച കൊണ്ട് മൊത്തം തീർക്കാം എന്നതിൻ്റെ പ്ലാനിങ് ഇല്ലത് മനസ്സിൽ തോന്നുന്നു. ബാക്കി നമ്മളെ താറ് NRP താറായി ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പം റിഫൈനറിൽ കിട്ടാൻ കുറവാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ഒരു 15 ദിവസം കൊണ്ട് തുറന്നു കൊടുക്കാൻ കഴിയും. 15 ദിവസം കൊണ്ട് റോഡ് തുറന്നു കൊടുക്കാൻ കഴിയും. നഗരസഭയുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമല്ലേ? ചെയർമാനും വളരെ നാട്ടുകാരും അത് കൂടാതെ ബാക്കി എല്ലാ പയ്യന്നൂരിലെ ഇതിന് വേണ്ടിയിട്ട് ഈ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്തത് നാട്ടിലെ ഏറ്റവും വലിയ വാഹനം എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റി. അതിനെല്ലാ നാട്ടുകാരും വെഹിക്കിൾ വണ്ടി ഓടിക്കുന്ന എല്ലാവരും എന്നോട് സഹകരിച്ചു. അതേമാതിരി തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറ്റ് എല്ലാ മെമ്പർമാരെല്ലാവരും വളരെ സഹകരണമായിരുന്നു. അതേമാതിരി തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലും സഹായമൊക്കെ ഒന്ന് കിട്ടിയിരുന്നു.